ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ചെറുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ വറുക്കുന്നത് മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ, വളരെ കുറഞ്ഞ സമയം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വറുത്തെടുക്കുക. ഇത് വറുത്തതിന് ശേഷം ആണ് നമ്മൾ നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 വിസിൽ വരുന്ന സമയത്ത് തന്നെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അത് ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 വെല്ലം ശർക്കരയാണ് ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. പല ശർക്കരയും പല മധുരമായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വെല്ലം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കുന്താണി ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവ് പറയാത്തതിൻ്റെ കാരണം അതാണ്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് തിളച്ച് വരുന്ന സമയത്താണ് ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് ചവ്വരിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചവ്വരി നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചവ്വരിയും ചെറുപരിപ്പും കൂടെ നല്ല പോലെ ഈ ശർക്കരയിൽ കിടന്നിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. ഇപ്പോൾ കുറുകി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. കുറുകി വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിലേക്കൊക്കെ തെറിക്കാൻ തുടങ്ങും ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പശുവിൻ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പശുവിൻ പാൽ ചേർത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചവ്വരിയും ചെറുപരിപ്പും പെട്ടെന്ന് അടി പിടിക്കും. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കരയിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതുപോലെ ഒരു 4 ഏലക്ക, അതുപോലെ ചെറിയ കഷ്ണം ചുക്കും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, ഈ ഒരു പാകത്തിന് എടുക്കാൻ പാടുള്ളൂ. തണുത്തതിന് ശേഷം കുറച്ചും കൂടെ അത് കുറുകി വരും.